ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മുട്ടക്കറിയാണ്. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു മുട്ടക്കറിയാണിത്. ആദ്യം നമുക്ക് മുട്ടയെല്ലാം ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ച മുട്ടയുടെ തോടൊക്കെ മാറ്റിയ ശേഷം നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് പിളർന്ന് ഒന്ന് മാറ്റി വെച്ചേക്കാം. ഇനി ഒരു ചട്ടിയിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ നൈസായിട്ട് അരിഞ്ഞ സവാള, ഒരു 2 സവാള അരിഞ്ഞതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ കറിയിൽ ഞാനിപ്പോൾ തേങ്ങ ചേർക്കുന്നില്ല. അരപ്പിനായിട്ട് സവാളയാണ് ഉപയോഗിക്കുന്നത്. കരിഞ്ഞു പോകാതെ വേണം സവാള വഴറ്റിയെടുക്കാൻ. ഇനി ഒരു സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കണം. എണ്ണയിൽ കിടന്ന് തന്നെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. നല്ല മൂത്ത മണം വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇവയെല്ലാം തണുത്ത ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയ ശേഷം ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കറിക്കുള്ള സവാള ചേർത്തുള്ള അരപ്പ് റെഡിയായിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചട്ടിയിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകെല്ലാം പൊട്ടിയ ശേഷം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സവാള അരിഞ്ഞതും ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയുമാണ്. അതുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കുക. തക്കാളി തവി കൊണ്ട് തന്നെ കുറച്ച് ഉടച്ചു കൊടുക്കാം. സവാളയെല്ലാം വാടിയ ശേഷം നമുക്കിനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ബാക്കിയുള്ള അരപ്പിൽ കുറച്ച് വെള്ളം ചേർത്ത് അതുകൂടി ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവയെല്ലാം ഒന്ന് കലക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് നന്നായിട്ട്, എത്രയും നന്നായിട്ടാണോ അത്രയും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നല്ല തിളച്ച് വരുന്ന സമയത്ത് 1 സ്പൂൺ ചതച്ച കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. കറി നല്ല തിളച്ച് വറ്റി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുട്ട കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേവിക്കേണ്ടത് ചെറുതീയിലാണ്. വളരെ തീ കുറച്ചിട്ട ശേഷം നമുക്ക് ഈ മുട്ടയെല്ലാം വീണ്ടും ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാർ ചെയ്യാൻ പറ്റുന്നതാണ്. ചോറിനോടും ദോശ, ചപ്പാത്തി എല്ലാത്തിനോടും നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഡിഷാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.